ആദരണീയനായ വേദിയിലിരിക്കുന്ന അധ്യാപകർ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, എല്ലാവരെയും ആദ്യമായി അഭിവാദിച്ചു. ഈ സ്കൂളിൽ, പ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏറെ ആഗ്രഹത്തോടെ വന്ന ഒരാളാണ് ഞാൻ. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ സാർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്കൂളുകൾക്ക് വിഭാവനം ചെയ്തെടുക്കാവുന്ന ഏറ്റവും ഭാവനാപൂർണമായ ഒരു ചരിത്രത്തെ പുനഃസന്ദർശിക്കുന്ന പരിപാടി ആവിഷ്കരിക്കുകയും അത് അർത്ഥപൂർണമായ വിധത്തിൽ നടപ്പിലാക്കുകയും ചെയ്ത വിദ്യാലയമാണ്. ഒരു വിദ്യാലയം ഗാന്ധിയെ വായിക്കുന്നു, ഒരു വിദ്യാലയം നെഹ്റുവിനെ വായിക്കുന്നു എന്ന് പറയുന്നത് ഗാന്ധിയെ ആദരിക്കുന്നു, നെഹ്റുവിനെ ആദരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കേവലം ഒരു അനുഷ്ഠാനമല്ല. അതിനുമപ്പുറം യഥാർത്ഥത്തിലുള്ള ആദരം സംഭവിക്കുന്നത്, യഥാർത്ഥത്തിലുള്ള റീവിസിറ്റുകൾ സമകാലികമായി വായിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് കുട്ടികൾ ചെയ്യുന്നു എന്നത്, കുട്ടികൾ അത്തരം ചില വായനകൾക്ക് ഒരുങ്ങുന്നു എന്നത്, അത്തരം ചില ആഖ്യാനങ്ങൾ കുട്ടികൾ കേൾക്കാൻ ഒരുങ്ങുന്നു എന്നത് തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വിശേഷിച്ചും കേരളത്തിലെ ഒരു പൊതുവിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ പരിപാടിയെ കുറിച്ച് മറ്റു പലയിടങ്ങളിലും സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഗാന്ധിയെ കുറിച്ചുള്ള പരിപാടി ഒരിക്കൽ എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ച സമയത്ത് തന്നെ ഈ സ്കൂളിൽ ഒരിക്കൽ വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. മറ്റൊരു കാര്യം, നിങ്ങളുടെ സ്കൂളിലെ മലയാളം അധ്യാപകനായ ദിനേശ് പാഞ്ചാരി മാഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്കൂളെന്ന, അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന ജയന്തി ടീച്ചർ, ജിഷ ടീച്ചർ, ഇവരൊക്കെ മുൻപ് ഞാനും ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്ന കാലത്ത് പല ഘട്ടങ്ങളിൽ എൻ്റെ സഹപ്രവർത്തകരായിരുന്നവരാണ്. അങ്ങനെ സൗഹൃദങ്ങളുടെ ഒരു വലിയ സുഖമുള്ള അന്തരീക്ഷം കൂടി ഈ സ്കൂളിൽ വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നു. ഇന്ന് നെഹ്റുവിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ആധുനികതയിലേക്ക് തുറന്ന ഇന്ത്യൻ വഴി എന്നതാണ് നിർദ്ദേശിച്ച വിഷയം. ഈ ആധുനികത എന്ന വാക്ക് പലപ്പോഴും തെറ്റി വായിക്കപ്പെടുന്ന വാക്കുകളിൽ ഒന്നും കൂടിയാണ്. ആധുനികത, മോഡേണിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത് പലപ്പോഴും അതൊരു പുതിയത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പലരും അതിനെ കാണാറുള്ളത്. ഏറ്റവും പുതിയത്, ആധുനികമായത്, ഏറ്റവും പുതിയത് എന്നൊക്കെയുള്ള അർത്ഥം. അതിനപ്പുറത്ത് ആധുനികത എന്ന വാക്കിന് ചരിത്രപരമായ ചില വിവക്ഷകളുണ്ട്. ആധുനികത ഒരു സാമൂഹ്യ അനുഭവമാണ്. അത് കേവലം ഒരു പുതുമയല്ല. അതിനുമപ്പുറത്ത് പരമ്പരാഗതമായ മൂല്യങ്ങൾക്ക് എതിരെ നിൽക്കുന്ന പുതിയ മൂല്യങ്ങൾ ഉയർന്നു വരുന്ന ഒരു സാമൂഹിക അനുഭവത്തെയാണ് നാം ആധുനികത, മോഡേണിറ്റി എന്ന് വിളിക്കുന്നത്. പണ്ട് ഫ്രാൻസിൽ 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ അട്ടിമറിയുകയും പുതിയ ചില മുദ്രാവാക്യങ്ങൾ ഇടിമുഴക്കത്തിന്റെ ശക്തിയോടുകൂടി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്വാതന്ത്ര്യം, ജനാധിപത്യം,
സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങിയ വാക്കുകൾ. ഈക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നീ 3 വാക്കുകൾക്ക് ഒരുപക്ഷെ നമ്മൾ ഇന്ന് കേട്ടിരിക്കുന്നത് പോലെ അത്ര നിസ്സംഗമായി കേട്ടിരിക്കാനാവുമായിരുന്നില്ല അക്കാലത്തെ ജനതയ്ക്ക്. ഐ ആം ദ സ്റ്റേറ്റ് എന്ന് ഒരു ജനതയോട് പ്രഖ്യാപിക്കുന്ന, ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിക്കുന്ന ധാർഷ്ട്യമായിരുന്നു അക്കാലത്തിന്റെ രാജ്യഭരണം. എല്ലാത്തരം അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ് പാരീസിലെ തെരുവുകളിൽ ഈ 3 വാക്കുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്. ഈ ഫ്രഞ്ച് വിപ്ലവം ചരിത്രത്തിൽ 2ആയി മുറിച്ച ഒരു നാഴികക്കല്ല്. അതിനു മുമ്പുള്ള ലോകവും അതിന് പിൻപുള്ള ലോകവും 2 ലോകങ്ങളാണ്. അതിന് മുമ്പുള്ള ലോകത്തെ, ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള ലോകത്തെ ഫ്രഞ്ച് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുക ആൻഷ്യൻ റെജിം എന്നാണ്. അതൊരു പഴയ കാലമാണ്. അതുകൊണ്ട് അതിനുശേഷമുള്ള കാലത്തെ മോഡേൺ റെജിം എന്ന് വിളിക്കാം. മോഡേണിറ്റിയുടെ ഉദയകാലമായി, മോഡേണിറ്റിയുടെ കവാടമായി ചരിത്രകാരന്മാർ പലപ്പോഴും നിർദ്ദേശിക്കാറുള്ള ഒരു ചരിത്രാനുഭവം എന്നത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ, മനുഷ്യനെ കുറിച്ചുള്ള പുതിയ വീക്ഷണങ്ങൾ ഫ്രാൻസിൽ ആരംഭിക്കുകയും അത് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും കയറ്റി അയക്കപ്പെടുകയും ചെയ്തു. ആ അർത്ഥത്തിൽ ആധുനികത എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആധുനികത എന്ന് പറയുന്നത് പരമ്പരാഗതമായ മൂല്യങ്ങൾക്ക് എതിർ നിൽക്കുന്ന പുതിയ ചില മൂല്യങ്ങളുടെ കടന്നുവരവ് ആയി. ഇത് ചരിത്രത്തിൽ പല കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും പുതിയ കാലത്ത് ഉണ്ടാവുന്ന ഒന്നിനെയല്ല ആധുനികത എന്ന് വിളിക്കുന്നത്. പല കാലങ്ങളിൽ പല ആധുനികതകൾ ഉണ്ടായിട്ടായി. ഇപ്പൊ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ബുദ്ധകാലം യഥാർത്ഥത്തിൽ ഒരു ആധുനികതയായിരുന്നു. അതൊരു ഇൻഡിജീനസ് മോഡേണിറ്റി ആയിരുന്നു, ഒരു തദ്ദേശീയ ആധുനികതയായിരുന്നു ബൗദ്ധകാലം എന്ന് പറയുന്നത്. നിലവിലിരുന്നിരുന്ന പല പരമ്പരാഗതമായ അധീശ മൂല്യങ്ങളെയും തിരസ്കരിച്ച് തട്ടി നിരപ്പാക്കിയ ഒരു കാലമാണ്. ഇതേപോലെ പല കാലങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിലുള്ള ഏറ്റവും പുതിയ ആധുനികതയിലേക്ക് ഇന്ത്യയെ വഴി നടത്തിയ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ചില തുറസ്സുകൾ നൽകിയ അപൂർവം ചില മനുഷ്യരിൽ ഒരാളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്ന ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണിന്ന്. നെഹ്റു യഥാർത്ഥത്തിൽ ഒരു ബ്ലെൻഡ്, ഒരു സവിശേഷമായ ഒരു മിശ്രണമായിരുന്നു ജവഹർലാൽ നെഹ്റു. അഭിജാതമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മോട്ടിലാൽ നെഹ്റു എന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ ഇന്ത്യ കണ്ട വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ഇന്ത്യയെ വിലക്കി ചോദിച്ച ആൾ മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. അത്ര സമ്പന്നൻ. ആ മോട്ടിലാൽ നെഹ്റുവിന്റെ മകനായിട്ടാണ്, പിന്തുടർച്ചാവകാശിയായിട്ടാണ് നെഹ്റു വളരുന്നത്. ആനന്ദഭവനം എന്ന് പറയുന്ന വളരെ ആഡംബരപൂർണമായ ഒരു വസതിക്കകത്ത്, നമുക്കിന്ന് സങ്കല്പിക്കാനാവാത്ത വലിയ കൊട്ടാര സദൃശമായ വലിയൊരു കമ്പൗണ്ടിനകത്ത് നെഹ്റു യഥാർത്ഥത്തിൽ ഒരു രാജകുമാരനെ പോലെ തന്നെയാണ് വളർന്നത്. പഠനം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരർത്ഥത്തിൽ വളരെ നമുക്ക് ഒരു അപ്പർ ക്ലാസ് ബ്രാഹ്മിൻ എന്ന് വിളിക്കാവുന്ന അത്തരത്തിൽ ഉപരിവർഗത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ മാത്രം ജനിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യൻ പിൽക്കാലത്ത് ഇന്ത്യയെ കണ്ടെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനങ്ങളെ തൊട്ടറിയുന്നുണ്ട്. ഇന്ത്യയിലെ ജനതകൾക്കിടയിലൂടെ അവരുടെ ഹൃദയത്തെ സ്പർശിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏതൊരു സാമ്രാജ്യാധിപതിയുടെയും പടയോട്ടത്തെയും കവച്ചു നിൽക്കും വിധം നെഹ്റു ഇന്ത്യൻ ഹൃദയങ്ങൾക്ക് മേൽ പടയോട്ടം നടത്തി എന്ന് പിൽക്കാലത്ത് ചരിത്രകാരന്മാർക്ക് പറയാനാവും വിധം ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ നടത്തിയ ഒരു പടയോട്ടമായിരുന്നു നെഹ്റുവിന്റെ ജീവിതം.
അത് അത്ര സുസാധ്യമല്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യൻ ജീവിതത്തിന്റെ, നമുക്കറിയാം, ഇന്ത്യൻ ജീവിതത്തിന്റെ ഭൂരിപക്ഷവും അടിത്തട്ട് ജീവിതമാണ്. ആ അടിത്തട്ട് ജീവിതം നയിക്കുന്ന മനുഷ്യരിൽ നിന്ന് ഏറെ അകന്നു നിന്നിരുന്ന ഒരാൾ, അവരുടെ ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾ, അവരുടെ വൈകാരികതകളെ, അവരുടെ വേദനകളെ, അവരുടെ ജീവിതത്തിന്റെ തുടിപ്പുകളെ, ഇതിനെയൊന്നും സ്പർശിച്ചിട്ടില്ലാത്ത, ചെറുപ്പത്തിൽ സ്പർശിച്ചിട്ടില്ലാത്ത ഒരാൾ പിന്നീട് അതിന്റെ എല്ലാം ഭാവി ഭാഗതകളെ നിർണയിക്കുന്ന ഏറ്റവും നിർണായക ശബ്ദങ്ങളിലൊന്നായി ഇന്ത്യയിൽ മാറുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഹ്റു ഒരു ബ്ലെൻഡാണ് എന്ന് പറഞ്ഞു. രണ്ടറ്റങ്ങളെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു ബ്ലെൻഡാണ്. വലിയ യൂറോപ്യൻ മൂല്യങ്ങളുടെ ആരാധകനായിരുന്നു. യൂറോപ്യൻ മൂല്യങ്ങളെ ആരാധിച്ചിരുന്നു. തികഞ്ഞ ഭൗതികവാദിയായി, വിശ്വാസിയായിരുന്നില്ല നെഹ്റു. ഏറ്റവും പുതിയ ശാസ്ത്ര സത്യങ്ങളെ, ശാസ്ത്രീയ ബോധത്തെ ഒക്കെ ആരാധിച്ചിരുന്നു നെഹ്റു. അതേ നെഹ്റുവാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സനാതന വിശ്വാസിയായിരുന്ന, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പാരമ്പര്യവാദിയായിരുന്ന, പലപ്പോഴും പുതിയ നാഗരികതയ്ക്ക് എതിർനിന്നിരുന്ന അതേ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഒരുപക്ഷെ നേരെ വിരുദ്ധമായ നിലപാടുകളുള്ള നെഹ്റു ആയിരുന്നു എന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ അതൊരു നെഹ്റുവിന്റെ ഒരു വലിയ സാധ്യതയും കൂടിയായിരുന്നു. ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിക്കാനാവുക എന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു പരിമിതി എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിത്താനയെ മാത്രം കാണാനാവുന്നു നമുക്ക് എന്നുള്ളതാണ്. മഹാകവി വൈലോപ്പിള്ളി പറയും, വസന്തവായുവിൽ വസൂരി രോഗാണുവിനെ കാണാനാവുക. പുള്ളിമാനിന്റെ സൗന്ദര്യം കാണുമ്പോൾ അതിന് പിറകെ വരാനിരിക്കുന്ന ഒരു പുള്ളിപ്പുലിയെ കൂടി കാണുക എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. ജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ കാണുക എന്ന് പറയുന്നത്. നെഹ്റുവിനും അത് സാധിക്കുമായിരുന്നു. ഒരിക്കൽ വാർദ്ധയിലെ ആശ്രമത്തിൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി വിളിച്ചുകൂട്ടുന്നു. നെഹ്റു പങ്കെടുക്കുന്നു. സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് അലഹാബാദിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ കസ്തൂർബ പടിയോളം വന്ന്, ഗാന്ധിയുടെ ഭാര്യ കസ്തൂർബ പടിയോളം വന്ന് നെഹ്റുവിനെ ആശീർവദിക്കുന്നു. കസ്തൂർബ കോൺഗ്രസുകാർക്ക് മാത്രമല്ല, അക്കാലത്തെ ഇന്ത്യക്കാർക്ക് മുഴുവൻ അമ്മയായിരുന്നു, മാതൃസ്ഥാനീയയായിരുന്നു. കസ്തൂർബ പറയുന്നുണ്ട് നെഹ്റുവിനോട്, ജവഹർലാൽ, ദൈവം നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്നു. ആ സമയത്ത് തിരിഞ്ഞു നിന്ന് ക്ഷുഭിതനായി നെഹ്റു കസ്തൂർബായോട്, ഓർക്കണം, ആ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ മുഴുവൻ അംഗങ്ങളും അമ്മയെ പോലെ അറിഞ്ഞാതിരിക്കുന്ന കസ്തൂർബായുടെ മുഖത്ത് നോക്കി നെഹ്റു ചോദിക്കുന്നുണ്ട്, ഈ കണ്ട ലക്ഷക്കണക്കിന് ജൂതരായ മനുഷ്യരെ മുഴുവൻ ഹോളോകോസ്റ്റിലേക്ക് തള്ളിയിട്ട് അത് കണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ദൈവം എന്നോടൊപ്പം എന്തിനാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരെ മരണത്തിലേക്ക് തള്ളിവിട്ട്, നിത്യമായ വേദനകളിലേക്ക് തള്ളിവിട്ട് ഈ ദൈവം എന്തിനാണ് എന്നോടൊപ്പം വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അവിശ്വാസിയായ നെഹ്റു കസ്തൂർബായോട്. നിഷ്കളങ്കയായ കസ്തൂർബ അങ്ങേയറ്റം നമ്മളെക്കാളൊക്കെ വലിയ വിശ്വാസ ധാർമ്മികതയുണ്ട് ജവഹർലാലിന് എന്ന് പറയുന്നത്. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മികതയുണ്ട്, ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മികത എന്നത് അവരവരെ കുറിച്ചുള്ള ചിന്തയല്ല, മറിച്ച് തനിക്ക് ചുറ്റുമുള്ളവരെ കുറിച്ചുള്ള കൺസേണിനാണ് ധാർമ്മികത എന്ന് പറയുന്നത്. തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച്, തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കുറിച്ച്, ലോകത്തെ കുറിച്ച് ഒരാൾ വെച്ച് പുലർത്തുന്ന കൺസേൺ ആണ്, ഒരാൾ വെച്ച് പുലർത്തുന്ന അവരെ കുറിച്ചുള്ള ഒരു കരുതലിനാണ് ധാർമ്മികത എന്ന് പറയുന്നത്.
എല്ലാ മതങ്ങളും തങ്ങളുടെ വിശ്വാസികളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഈ ധാർമ്മികതയാണ് എന്നാണ് പറയുക. അപ്പൊ സ്വാഭാവികമായും ഒരു മതവിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലധികം, അല്ലെങ്കിൽ ഏതൊരു മതവിശ്വാസിയിലും ഉള്ളതിലും അധികം ധാർമ്മികനാണ് നെഹ്റു എന്ന് ഗാന്ധി കസ്തൂർബായോട് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വ്യക്തമാകും അത്. കാരണം അറിയാതെ ഒരു പ്രത്യേക മതത്തിൽ പിറന്നുപോയി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് 60 ലക്ഷത്തോളം ജൂതരായ മനുഷ്യർ തങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ലാത്ത ഒരു നിയതിയുടെ വിധിക്ക് വിധേയരായി മരണത്തിന്റെ ഗുഹാമുഖത്തേക്ക് അവസാന നിമിഷത്തെ പടച്ചിലിന് മുമ്പ് വരെ തിരിച്ചറിയാത്ത വിധത്തിൽ നടന്നു നീങ്ങിയ കാലമായിരുന്നു അത്. ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ ഒന്നിന്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് ആ മനുഷ്യരനുഭവിച്ച വേദനയുടെ, അവർക്ക് നിഷേധിക്കപ്പെട്ട ജീവിതത്തെ കുറിച്ച് നെഹ്റു വേവലാതിപ്പെടുന്നത്. അത് ധാർമ്മികതയാണ്. ആ ധാർമ്മികതയാണ് നെഹ്റുവിനെ ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാക്കുന്നത്. ഒരു സനാതന വിശ്വാസിയായിരുന്ന, വിശ്വാസത്തിന്റെ ഏറ്റവും അവസാനത്തെ പടി വരെ ജീവിതത്തിന്റെ ഒരു നിമിഷത്തിലും കൈവിടാതിരുന്ന ഗാന്ധി അവിശ്വാസിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ഭാവി ഭാഗധേയം നിർണയിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ പദവിയിലേക്ക് നിർദ്ദേശിക്കുമ്പോൾ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ഒരു മതവിശ്വാസിയിൽ നിന്ന് ലഭിക്കേണ്ട ഏറ്റവും പരമമായ ധാർമ്മികതയുടെ പ്രതിരൂപമാണ് താൻ തിരഞ്ഞെടുത്ത ഈ ശിഷ്യൻ എന്നുള്ള അർത്ഥം കൂടിയാണ്. നെഹ്റു 10 വർഷത്തോളം ജയിലിനകത്തായിരുന്നു. 1922-നും 1945-നും ഇടയിൽ 8 തവണ ജയിലിനകത്തായിരുന്നു ആ മനുഷ്യൻ. 10 വർഷത്തിനടുത്ത്, നീണ്ട 10 വർഷങ്ങൾക്കടുത്ത് തടവറയ്ക്കകത്ത് ആയിരുന്നു നെഹ്റുവിന്റെ ജീവിതം. സ്വതന്ത്ര സമരകാലത്ത് വലിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നെഹ്റുവിന് ജയിലിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞ് സ്വാതന്ത്ര്യലബ്ധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ, ഇന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ നെഹ്റുവുമായി നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചവരോട്, നിങ്ങളെ തടവിലിട്ടവരോട് നിങ്ങൾക്ക് ഒരിക്കലും പ്രതിഷേധം തോന്നിയിട്ടില്ലേ? നിങ്ങൾക്ക് അവരോട് എങ്ങനെയാണ് ചങ്ങാത്തത്തോടെ പെരുമാറാനാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ നെഹ്റു പറയുന്നുണ്ട്, ഗാന്ധി എന്നെ പഠിപ്പിച്ചത് അതാണ്, ഒരിക്കലും വെറുക്കാതിരിക്കാനും ഒരിക്കലും ഭയപ്പെടാതിരിക്കാനും. അത് ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. എങ്ങനെയാണ് പാരസ്പര്യം വികസിക്കുന്നത് എന്നതാണ്, എങ്ങനെയാണ് ഒരു പാരസ്പര്യം ഉണ്ടാകുന്നത് എന്നതാണ്. അതൊരു റെസിപ്രോക്കൽ റിലേഷനാണ്. ഗാന്ധി നെഹ്റുവിനെ കുറിച്ച് സങ്കല്പിച്ചെടുക്കുന്നത് പോലെ, താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധാർമ്മികതയുടെ പ്രതിരൂപമായ ഒരു മനുഷ്യൻ എന്ന് നെഹ്റുവിനെ കുറിച്ച് ഗാന്ധി വിശേഷിപ്പിക്കുന്നത് പോലെ, ഒരിക്കലും വെറുക്കാതിരിക്കാനും ഒരിക്കലും ഭയക്കാതിരിക്കാനും എന്നെ പഠിപ്പിച്ചത് എന്റെ ഗുരുവാണ്, ഗാന്ധിയാണ് എന്ന് പറയുന്ന ശിഷ്യൻ തിരിച്ചു. അതൊരു പാരസ്പര്യം. അപ്പൊ അത്തരമൊരു പാരസ്പര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന നെഹ്റുവിന്റെ ഒരു ശിക്ഷണം ഉണ്ടാകുക. ഇന്ത്യയുടെ ശില്പിയെ, ഭാവി ഇന്ത്യയുടെ ശില്പിയെ യഥാർത്ഥത്തിൽ നെഹ്റുവിനെ വാർത്തെടുക്കുന്നുണ്ട് ഗാന്ധി. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യമല്ല. ഒരു രാജ്യമായിട്ടല്ല ഇന്ത്യ ഉണ്ടാകുന്നത്, അതൊരാശയം ആയിട്ടാണ്. വിശേഷിച്ചും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടു കൂടി രൂപീകരണം നടക്കുന്ന ഒരു ആശയമാണ് ഇന്ത്യ, ഒരു ഐഡിയ. ഒരു രാജ്യമെന്ന് സങ്കല്പിക്കാനാവുന്ന വിധം ഒരു ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി ആയിരുന്നില്ല ഇന്ത്യ അക്കാലത്ത്. അതിൽ നിന്ന് ഇന്ത്യ എന്നൊരു ആശയത്തെ സങ്കല്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. 1900-ന്റെ തുടക്കത്തിലൊക്കെയാണ് ഈ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പമൊക്കെ ഉണ്ടാകുന്നത്. അത്തരം ചില സങ്കല്പങ്ങൾ, ഭാരതമാതാവ് പോലുള്ള സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്തെ സ്വപ്നം കാണുകയാണ്. ഒരു പ്രത്യേക ദേശത്തെ മുഴുവൻ ഒന്നായി ചേർത്ത് വെച്ച് കാണുകയാണ്.
രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ദേശീയഗാനം രചിക്കുമ്പോൾ ജനഗണമന എന്ന് നമ്മൾ ചൊല്ലുന്ന ദേശീയഗാനം രചിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശത്തെ അതിനകത്ത് സങ്കല്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല, വംഗ, വിന്ധ്യ, ഹിമാചല, ജമുന, ഗംഗ, പശ്ചിമ, ജലധി, തരംഗ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പോരുന്ന ഒരു ആ വരികളിൽ പറഞ്ഞിരിക്കുന്ന ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ചു. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ ദേശം, ഉത്കല ദേശം, ഒറീസ, ബംഗാൾ, വിന്ധ്യപർവ്വതം, ഹിമാചല പർവ്വതം, ഗംഗ, യമുന, നദികൾ, പർവ്വതങ്ങൾ, ദേശങ്ങൾ. ഒരു ഇന്ത്യക്കാരനും ഒരുപക്ഷെ ഒരിക്കലും കണ്ടു തീർത്തിട്ടുണ്ടായിരിക്കാൻ സാധ്യതയില്ലാത്ത ഈ ദേശങ്ങളൊക്കെയും പക്ഷേ ഇത്തരം ഒരു ഗാനം ആലപിക്കുന്നതിലൂടെ ഇതെന്റെയും കൂടിയാണ് എന്ന ഒരു ഉടമസ്ഥതാബോധത്തിലേക്ക്, ഒരു അഭിമാന ബോധത്തിലേക്ക് നമ്മെ നയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ചില പ്രതീകങ്ങളിലൂടെയാണ്, ഇത്തരം ചില സങ്കല്പനങ്ങളിലൂടെയാണ് ഒരു രാജ്യം വിഭാവനം ചെയ്തെടുക്കുന്നത്. അതിനെയാണ് നമ്മുടെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത്. ഇമാജിൻ ചെയ്തെടുക്കപ്പെടുക ഒരു പുതിയ ദേശം. ഈ ദേശീയ ഗാനം ചൊല്ലിയവരിൽ എത്ര പേർ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന പഞ്ചാബിനെ, ഈ പറയുന്ന സിന്ധ് ഇന്ത്യയിലല്ല, സിന്ധു പാകിസ്ഥാനിലാണ്, ഗുജറാത്തിലെ, മറാത്ത ദേശത്തെ, ഒറീസയെ, ബംഗാളിലെ, ദ്രാവിഡ ദേശത്തെ തന്നെ മുഴുവൻ കണ്ടവർ എത്ര പേരുണ്ടാകും? പക്ഷെ ഈ സ്ഥലങ്ങളൊക്കെയും എന്റെയാണ് എന്നുള്ള ഒരു ഉടമസ്ഥതാ ബോധമുണ്ടല്ലോ. ഈ നദികളെ കുറിച്ച്, ഈ പുണ്യസ്ഥലങ്ങളെ കുറിച്ച്, ഈ പർവ്വതങ്ങളെ കുറിച്ച് ഇത്തരത്തിൽ ഇന്ത്യ വിഭാവനം ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇന്ത്യ എന്ന ആശയം രൂപീകരിക്കുന്ന ചരിത്ര സന്ദർഭം എന്ന് പറയുന്നത്. ഈ ഇന്ത്യ എന്ന ആശയത്തെ രൂപീകരിച്ചെടുക്കുന്നതിൽ എന്താണ് നെഹ്റു വഹിച്ച പങ്ക്? ഒരുപക്ഷെ ഈ നവംബർ 14 നമ്മൾ ഇത്രയും പേര് ഇരുന്ന് ആലോചിക്കുമ്പോൾ, നെഹ്റുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ്. ഇന്ത്യയെ എങ്ങനെയാണ് ഈ നെഹ്റു അടക്കമുള്ളവർ വിഭാവനം ചെയ്തത് എന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അതൊരൊറ്റ ദിശയിലുള്ള വിഭാവനമല്ല. ഇന്ത്യ ഒരേപോലെയല്ല വിഭാവനം ചെയ്യപ്പെട്ടത്. പല വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയെ കുറിച്ച്, പല സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയെ കുറിച്ച്. ഗാന്ധി കണ്ട ഇന്ത്യ അല്ല നെഹ്റു കണ്ട ഇന്ത്യ. അംബേദ്കർ കണ്ട ഇന്ത്യ വേറൊന്നായിരുന്നു. ദയാനന്ദ സരസ്വതിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ മറ്റൊരു ഇന്ത്യയെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഹിന്ദു മഹാസഭ വേറൊരു ഇന്ത്യയെ കണ്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് വേറൊരു ഇന്ത്യയെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും പല ഘട്ടങ്ങളിൽ പല ഇന്ത്യകളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ കുറിച്ചുള്ള ആശയ രൂപീകരണം എന്ന് പറയുന്നത് ഒരൊറ്റ ദിശയിലുള്ള പ്രവർത്തനമായിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് നെഹ്റു എങ്ങനെയാണ് അതിനെ സങ്കല്പിച്ചത് എന്നതാണ്, എങ്ങനെയാണ് ഈ ഭാവനം ചെയ്തത് എന്നുള്ളതാണ്. നിരവധി വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു 1900 തുടക്കങ്ങൾ എന്ന് പറയുന്നത്, 20ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം എന്ന് പറയുന്നത്. വലിയ തോതിലുള്ള ഒരു മതാത്മകമായ അന്തരീക്ഷം ഇന്ത്യക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ലോകത്തിൽ വേറൊരിടത്തും ഇല്ലാത്ത വിധം ഈ അടിമത്തം, ജാതീയമായ അടിമത്തം ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് സഹസ്രാബ്ദങ്ങൾ നടന്നത് എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ട്. ജാതീയതയ്ക്ക് മതാത്മകമായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടാണ് അതിനെ നിലനിർത്തിയത്. സ്വധർമ്മോ നിദാനം ശ്രേയ പരധർമ്മോ ഭയാവഹം എന്നത് ഗീതയിലെ ഒരു വാക്യമാണ്. ഈ ഗീതാവാക്യത്തെയാണ് ജാതി വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഉപാധിയായി ഇന്ത്യയിൽ ദുരുപയോഗം ചെയ്തത്. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് ശ്രേയസ്സിനുള്ള നിദാനം എന്ന് ഗീത പറയും. അതിനെ നമ്മൾ വ്യാഖ്യാനിച്ചത്, നിങ്ങൾ ഏത് ജാതിയിലാണോ പിറന്നത് ആ ജാതിയുടെ ധർമ്മം, ആ ജാതിയുടെ തൊഴിൽ, ആ ജാതിക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം അതേപടി ചോദ്യം ചെയ്യാതെ തുടരുക എന്നതാണ് നിങ്ങൾക്കുള്ള ശ്രേയസ് എന്നാണ്. ജനനത്തോടുകൂടി തന്നെ ഒരു ജനതയുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭ്രമണപഥവും നിശ്ചയിക്കപ്പെടുന്ന വിചിത്രമായ ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ പേരാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ജനനത്തോടെ എന്റെ അഭിരുചികൾ, എന്റെ താല്പര്യങ്ങൾ, എന്റെ ആഭിമുഖ്യങ്ങൾ, എന്റെ ശേഷികൾ,
ഇതൊന്നും എന്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളല്ല, മറിച്ച് ഞാൻ ഏത് ജാതിയിലാണോ പിറന്നത് അതാണ് എന്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വരികിൽ എന്തുമാത്രം മനുഷ്യവിരുദ്ധമാണെന്ന് ആലോചിച്ചു. അത്രമേൽ മനുഷ്യവിരുദ്ധമായ വ്യവസ്ഥിതി എന്തുകൊണ്ടാണ്? നമുക്കറിയാം, പ്രകൃതി നിയമമാണ് ഏതൊരു അടിച്ചമർത്തൽ വ്യവസ്ഥിതിക്കും തിരിച്ചടികൾ നേരിടുമെന്നുള്ളത്. എവ്രി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ന്യൂട്ടന്റെ ചലന നിയമം മാത്രമല്ല, അതൊരു പ്രകൃതി നിയമം കൂടിയാണ്. നിങ്ങൾ എന്തിനേയും സാമൂഹികമായി എന്തിനേയും നിങ്ങൾ എത്രമാത്രം അടിച്ചമർത്തുന്നുവോ അത്രമാത്രം അതിന് ശക്തമായ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളത് അതൊരു സാമൂഹ്യ നിയമം കൂടിയാണ്, അതൊരു പ്രകൃതി നിയമം കൂടിയാണ്, ചരിത്രം സാധൂകരിക്കുന്ന പ്രകൃതി നിയമം. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മാത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ, വെല്ലുവിളിക്കപ്പെടാതെ, എല്ലാ കാലത്തും നിരന്തരമായി അതിജീവിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥ നടന്നത്? അതിന് കാരണം അതിന് ഈ മതാത്മകമായ ഒരു പരിവേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചടക്കുന്ന നിരവധി സന്ദർഭങ്ങൾ 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. 1901 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നുണ്ട്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ്. ഹിന്ദു മഹാസഭ രൂപീകരിക്കപ്പെടുന്നു. 1909 ആകുമ്പോഴേക്ക് ഈ മതങ്ങൾ നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയ പ്രത്യക്ഷത്തിൽ സ്വാധീനിക്കാൻ ആരംഭിക്കുന്നുണ്ട്. വിൻഡോ മോർലി പരിഷ്കാരങ്ങൾ വരുന്നു. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവർക്ക് വ്യത്യസ്ത നിയോജക മണ്ഡലങ്ങൾ എന്ന് പറയുന്ന വിൻഡോ മോർലി പരിഷ്കാരങ്ങൾ വരുന്നു. അവിടെ നിന്ന് മതാതീതമായ ഒരു ആധുനികതയെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാകുന്നു. 1946 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉറപ്പാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യത്തെ യോഗങ്ങളിൽ ഒന്നിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ നെഹ്റു അവതരിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന ഒരാളുടെ രചനയല്ല. ഇന്ത്യൻ സമൂഹത്തിന്റെ മുഴുവൻ പ്രാതിനിധ്യവും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനാ അസംബ്ലി നിരവധി ചർച്ചകളിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. ആ ചർച്ചകൾ മുഴുവൻ നമുക്ക് രേഖാമൂലത്തിൽ ലഭ്യമാണ്. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഒരാളാണ്. അയാളുടെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ്. എന്റെ ഡ്രാഫ്റ്റ് അദ്ദേഹം എഴുതിയ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നത്. ആ വാക്യങ്ങൾ നെഹ്റു ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13-ാം തീയതി. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic എന്നാണ് ആ വാചകം, ആദ്യത്തെ വാചകം. അതെന്തൊരു വാചകമാണെന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അത് ആരംഭിക്കുന്നത് 2 അക്ഷരമുള്ള ഒരു വാക്കിലാണ്. വി, നമ്മൾ. വി, the people of India, നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ. ആര്? നിങ്ങളും ഞാനും അടങ്ങുന്ന ജനങ്ങൾ. ഇന്ത്യയിൽ പിറന്നു വീണ കോടിക്കണക്കിന് ജനതതികൾ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന ഒരു വാക്കാണ് വി, the people of India. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായി വിഭാവനം ചെയ്യുന്നു എന്നതാണ് വാക്യം. ഭരണഘടനാ അസംബ്ലിയിൽ ചോദ്യം ഉയരുന്നുണ്ട്, ആരാണ് വി, ആരാണ് ഈ നമ്മൾ എന്ന് ചോദ്യം ഉയരുന്നു. നെഹ്റു മറുപടി പറയുന്നുണ്ട്. മനുഷ്യ സംസ്കാരം ആരംഭിക്കുന്നത് മുതൽ ഇന്ത്യയിൽ ആരൊക്കെ ജനിച്ചു ജീവിച്ചു വന്നിട്ടുണ്ടോ അവരൊക്കെ, ഇനി മനുഷ്യരാശി അവസാനിക്കും വരെ ഇന്ത്യയിൽ ആരൊക്കെ ജനിച്ചു ജീവിക്കുമോ അവരൊക്കെ. എന്തൊരു പ്രഖ്യാപനമാണെന്ന് ആലോചിച്ചു. ഇന്ത്യ അത്രയും കാലം ആരാണ് ഭരിച്ചിരുന്നത്? ഇന്ത്യ അത്രയും കാലം ഇന്ത്യൻ ജീവിതത്തെ ആരാണ് തീരുമാനിച്ചിരുന്നത്? ഇന്ത്യൻ ജീവിതത്തിന്റെ ഡിസൈൻ ആരുടെ കയ്യിലായിരുന്നു? അത്
ചില പ്രത്യേക ആളുകളുടെ കയ്യിലാണ്, ചില പ്രത്യേക പ്രിവിലേജ് ക്ലാസിന്റെ കയ്യിലാണ്. അവരാണ് ജീവിതത്തെ തീരുമാനിക്കുന്നത്. മറ്റുള്ളവരെങ്ങനെ ജീവിക്കണമെന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ ചാലുകൾ എങ്ങോട്ടെല്ലാം തിരിയണമെന്നുള്ളത് തീരുമാനിച്ചിരുന്നത് ചില പ്രത്യേക അവകാശങ്ങളുള്ള സവിശേഷമായ ചില അധികാര വർഗങ്ങളാണ്. ഭരണഘടന അതിനെയാണ് ആദ്യമേ നിഷേധിക്കുന്നത്. ഭരണഘടന പറയുന്നു വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിനകത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി കിടക്കുന്ന മനുഷ്യർ, നഗരങ്ങളിലുള്ള മനുഷ്യർ, ഗ്രാമങ്ങളിലുള്ള മനുഷ്യർ, വനങ്ങളിലുള്ള മനുഷ്യർ, തീരദേശങ്ങളിലുള്ള മനുഷ്യർ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും ഉയർത്തു വരുന്ന ഇന്ത്യൻ എന്ന് വിളിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർ ഒന്നു ചേർന്ന് പ്രഖ്യാപിക്കുകയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് resolved to constitute India into a sovereign, secular, socialist, democratic republic. അത് പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം എഴുതിയയാളുടെ പേരാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ആധുനിക മൂല്യങ്ങൾക്കൊത്ത് രൂപീകരിക്കപ്പെട്ട ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തുള്ള ചർച്ചകൾ ഇന്ന് നിരവധി വോള്യങ്ങളായി നമുക്ക് ലഭ്യമാണ്. ഭരണഘടനാ അസംബ്ലിക്കകത്ത് നടന്ന ചർച്ചകൾ, രസകരമായ ചർച്ചകളുണ്ട് അതിനകത്ത്. നമ്മൾ ഇന്ന് വായിച്ച ഓരോ വോള്യവും ആയിരക്കണക്കിന് പേജ് വരും. ആ ചർച്ചകൾ ഇന്ന് വായിച്ചാൽ വളരെ രസമുള്ള ഒരുപാട് ചർച്ചകളുണ്ട് അതിനകത്ത്. ഇന്ത്യ ഇപ്പോൾ പിന്തുടർന്നു പോരുന്ന ഒരു പരമ്പരാഗത സംസ്കാരത്തിനകത്ത് തന്നെ നിർത്തണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്ന നിരവധി ആളുകൾ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിക്കകത്തുണ്ടായിരുന്നു. എന്താണ് ഇന്ത്യ നിലനിന്നു പോരുന്ന ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്? നമുക്കറിയാം, അതിനകത്ത് കീഴാളരായ മനുഷ്യർ മുഴുവൻ, ദലിതരായ മനുഷ്യർ മുഴുവൻ അവരുടെ സാമൂഹിക വിമോചനത്തിന്റെ നേരിയ സാധ്യതകൾ പോലും അടച്ചു കളയുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. ഇന്ത്യൻ ജനതയുടെ അർത്ഥഭാഗം വരുന്ന സ്ത്രീകളുടെ സാമൂഹിക വിമോചന സാധ്യതകൾ മുഴുവൻ അടച്ചു കളയുന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. അതിൽ നിന്നും മാറുകയാണ് ഇന്ത്യൻ ഭരണഘടന. അതിന്റെ തലതൊട്ടപ്പനായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ്സ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, അംബേദ്കർ ഭരണഘടനയുടെ കരട് കമ്മിറ്റി ചെയർമാനാകുമ്പോൾ അംബേദ്കറിന് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിലുള്ള പിന്തുണ ഉണ്ടായിരുന്നില്ല. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ഒരു നിർദ്ദേശം മാത്രമായിരുന്നു. അതിനപ്പുറത്ത് അന്നത്തെ കോൺഗ്രസിനകത്തുള്ള യാഥാസ്ഥിതിക കക്ഷികളുടെ പിന്തുണ അംബേദ്കർക്ക് ഉണ്ടായിരുന്നില്ല. അംബേദ്കർക്ക് നടപ്പാക്കാനാവുമായിരുന്നില്ല. ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്നുള്ള പല കാര്യങ്ങളും അംബേദ്കർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ നടപ്പിലാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഭരണഘടനാ അസംബ്ലിയിൽ അംബേദ്കർക്ക് കിട്ടുമായിരുന്നില്ല. ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ട സാമൂഹിക വിമോചനത്തെ കുറിച്ചുള്ള നിറമുള്ള സ്വപ്നങ്ങൾ അംബേദ്കർ ഭരണഘടനയ്ക്കകത്ത് എഴുതി വെക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങൾ ഒന്നുപോലും നടപ്പിലാക്കാൻ ആവശ്യമായ പിന്തുണ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ നിന്ന് അംബേദ്കർക്ക് കിട്ടിയിട്ടില്ല. അത് മുഴുവൻ സമവായങ്ങളോട് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപക്ഷെ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആരുടെ പേര് നെഹ്റു എന്നാണ്, ജവഹർലാൽ നെഹ്റു എന്നാണ്. ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ രണ്ടു തരം വിപ്ലവങ്ങളുടെ ഒരു കൃത്യമായ സംയോജനമാണ് എന്ന് ഗ്രാൻവിലെ ഓസ്റ്റിൻ, വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ തിങ്കറാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു വാചകം അതാണ്. ഓസ്റ്റിൻ പറയുന്നുണ്ട്, ദേശീയവും സാമൂഹികവുമായ വിപ്ലവങ്ങളുടെ സംയോജനമാണ് ഇന്ത്യൻ ഭരണഘടന. എന്തായിരുന്നു ദേശീയ വിപ്ലവം എന്നത്? നമുക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിഷേധിച്ച കൊളോണിയൽ ശക്തികളോട് നടത്തിയ വിപ്ലവമാണ്. അതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ വിളിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ ഡൽഹിയിൽ വെളുത്ത സായിപ്പ് പോയി കറുത്ത സായിപ്പ് വന്നാലും ഈ പറയുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒന്നും യാഥാർത്ഥ്യമാവാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ അപ്പോഴും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ കീഴാള ജനവിഭാഗങ്ങൾ, ഇന്ത്യയിലെ സ്ത്രീകൾ, ഇവരുടെ സമത്വത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ സാമൂഹിക വിമോചന സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ സാമൂഹിക വിപ്ലവം. ഈ രണ്ട് വിപ്ലവങ്ങളും, ദേശീയ വിപ്ലവവും സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണകൂടത്തെ സ്ഥാപിക്കുക എന്ന ദേശീയ വിപ്ലവവും,
ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കും സാമൂഹിക വിമോചനം സാധ്യമാകുന്ന സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും യഥാർത്ഥ ഫലങ്ങൾ അവരിലേക്ക് എത്തുന്ന സമത്വത്തിന്റെ പുതിയ പാഠങ്ങൾ അവർക്ക് അനുഭവവേദ്യമാകുന്ന ഒരു പുതിയ ഇന്ത്യയെ സാധ്യമാക്കുക എന്ന സാമൂഹിക വിപ്ലവത്തിന്റെ സ്വപ്നവും, ഈ രണ്ട് സ്വപ്നങ്ങൾ ഒരുമിച്ച് ചേർന്ന ഇടമാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിൽ കുമാരനാശാൻ ചോദിക്കുന്ന ഒരു ചോദ്യവും, ആശാൻ ചോദിക്കും, എന്തിനു ഭാരതധരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്കു വിധി കൽപ്പിതമാണോ തായെ, ചിന്തിക്ക ജാതി മതിരാന്തരടിച്ചു തമ്മിൽ അന്തപ്പെടും തനയർ, എന്തിനായി സ്വരാജ്യം എന്ന് ചോദിക്കുന്നു. എപ്പോഴാണ് ഈ ചോദ്യം വരുന്നതെന്ന് അറിയാം. ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ച് വലിയ തോതിലുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ആശാന്റെ ചോദ്യമാണ്, എന്തിനു ഭാരതധരെ കരയുന്നു, പാരതന്ത്ര്യം നിനക്കു വിധി കൽപ്പിതമാണു തായേ. ഹേ ഭാരതമേ, നിനക്ക് അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിന്റെ വിധിയാണ്. എന്നിട്ട് പറയാണ്, ചിന്തിക്കാൻ, ചിന്തിച്ചു നോക്കൂ, ജാതി മതിരാന്തരടിച്ചു തമ്മിൽ അന്തപ്പെടും തനയർ. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് തമ്മിൽ കൊല ചെയ്യുന്നവരാണല്ലോ നിന്റെ മക്കൾ. എന്തിനായി സ്വരാജ്യം? അങ്ങനെയുള്ള നിനക്ക് എന്തിനാണ് സ്വരാജ്യം എന്ന് ചോദിക്കുന്നത്. അന്ന് മലയാളത്തിലെ മറ്റൊരു മഹാകവി വള്ളത്തോൾ അതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട്. വള്ളത്തോൾ പറയും, ജാതി മതാതി വഴക്കൊരു നാടിനെ സ്വാതന്ത്ര്യ സിദ്ധിക്ക് അർഹമാക്കിയിടുമോ, സോദരർ തമ്മിലെ പോരൊരു പോരല്ല സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം എന്ന് പറയും. ജാതിയുടെയും മതത്തിന്റെയും തമ്മിൽ പേര് പറഞ്ഞ് വഴക്കുകൾ ഉണ്ടാകുന്നത് സ്വാതന്ത്ര്യ സിദ്ധിക്ക് അത് പരിഗണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്നുണ്ട് വള്ളത്തോൾ. ഇതിലേത് ചോദ്യമായിരുന്നു ചരിത്രവുമായി ചേർന്നു പോകുന്നത് എന്ന് പിൽക്കാല ഇന്ത്യയുടെ ചരിത്രം നമ്മളോട് പറയുന്നു. ഈ 2021 തമിഴ്നാട്ടിലെ കോവിൽപ്പട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന് പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്ന സമയത്ത് നിലത്തിരിക്കേണ്ടി വരികയും മറ്റ് മെമ്പർമാരൊക്കെയും കസേരയിലിരിക്കുകയും ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോഴും നിലവിലുണ്ടെങ്കിൽ, ഗുജറാത്തിലെ ഊനായിൽ പൊതുപൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് വേണ്ടി പോയ ഒരു ദലിത് പെൺകുട്ടിയെ പൂർണ്ണ നഗ്നയാക്കി ഇലക്ട്രിക് പോസ്റ്റിൽ കെട്ടിയിട്ട് പൂർണ്ണമായും മർദ്ദിച്ച് അരയിൽ തോല് പിടിച്ചെടുക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ഇപ്പോഴും ഈ വർഷത്തിൽ നടപ്പിലുണ്ടെങ്കിൽ, ആശാൻ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാവും. എന്തിനായി സ്വരാജ്യം? അപ്പൊ അത് വളരെ പ്രധാനം കൂടിയാണ്. കേവലം സായിപ്പ് ഇറങ്ങി പോവുക, വെളുത്ത ഭരണാധികാരികൾ ഇറങ്ങി പോവുക എന്നത് മാത്രമല്ല സ്വാതന്ത്ര്യം, എന്നത് മാത്രമല്ല ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത്. ഇന്ത്യ എന്ന ഐഡിയ, ഇന്ത്യ എന്ന ആശയം രൂപീകരിക്കപ്പെടുന്നത് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും, മുഴുവൻ കീഴാളരുടെയും, മുഴുവൻ സ്ത്രീകളുടെയും അവരുടെ സാമൂഹിക വിമോചന സ്വപ്നങ്ങൾ കൂടി പുലർച്ചയിലെത്തുന്ന നാളെന്താണോ അന്നാണ് എന്ന് ഭരണഘടനാ ഡ്രാഫ്റ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന അംബേദ്കർ പറയുന്നു. അംബേദ്കർ മുന്നോട്ട് വെച്ച നിലപാടിനോട് ചേർന്ന് നിന്നത് ഒരുപക്ഷെ അംബേദ്കറുടെ ഏറ്റവും വലിയ വിമർശകരുടെ ഒരാളും കൂടിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ്. ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ജാതി വ്യവസ്ഥ കലാപങ്ങളുടെ നീണ്ട നിരകളുണ്ട്. 10,000-കണക്കിന് ആളുകൾ തെരുവിൽ മരിച്ചുള്ള കലാപങ്ങൾ നടന്നിട്ടുണ്ട്. മതം എന്ന് പറയുന്നത് തൊട്ടാൽ പൊട്ടുന്ന ഒരു ബോംബായിരുന്നു ഇന്ത്യയിൽ. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിവൈകാരികതയുടെ മേലാപ്പോട് കൂടിയല്ലാതെ മതത്തെ സങ്കല്പിക്കാൻ നമുക്ക് ഇപ്പോഴും ആവില്ല. മതം എന്നത് കേവലം ഒരു സ്വകാര്യ വസ്തുവല്ല, ഒരു സ്വകാര്യ വിശ്വാസമല്ല, ഒരു സ്വകാര്യ വ്യവഹാരമല്ല ഇന്ത്യയിൽ. മറിച്ച് അത് ജീവിതത്തിന്റെ ഓരോ അണുവിനെയും സ്വാധീനിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നുണലിനും വെളിച്ചത്തിലും കൂടെ നിൽക്കുന്നു. ഏറ്റവും സവിശേഷമായ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ മതം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണഘടനയ്ക്കകത്ത് സെക്യുലർ എന്നൊരു വാക്ക് കേവലം വെറുതെ കൊളുത്തി വെച്ചതല്ല നെഹ്റു.
അതിനപ്പുറത്ത് എങ്ങനെയാണ് ഇന്ത്യയെ ഒരു മതേതര രാജ്യമാക്കി മാറ്റുക എന്നതിനെ സംബന്ധിച്ച് നിരന്തരമായ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരുന്നു, നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. അതിന്റെ പേരിൽ ഒരുപക്ഷെ മതേതരത്വത്തിന്റെ പേരിൽ നിലകൊണ്ടതിന്റെ പേരിലാണ് നെഹ്റു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത്. ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജനം നടന്നു കഴിഞ്ഞതിന് ശേഷം വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിർത്തി പ്രദേശത്ത്. ഈ കലാപങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ അനാഥരാകുന്നുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട്, ലക്ഷക്കണക്കിന് മനുഷ്യർ പലായനത്തിന് ഒരുങ്ങേണ്ടി വരുന്നുണ്ട്, അഭയാർത്ഥികളായി മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം അരങ്ങേറുന്നത്. വർഗീയ കലാപങ്ങളുടെ നീണ്ട അവസാനിക്കാത്ത നിലവിളികൾക്കിടയിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയായി. ഓരോരു രാജ്യത്തിനും ഉണ്ടായിട്ടില്ലാത്തൊരു ദുര്യോഗമാണ്. ചുറ്റുഭാഗവും കലാപം നടക്കുമ്പോൾ, ചുറ്റുഭാഗവും അഗ്നിബാധകൾ ഉണ്ടാകുമ്പോൾ, ചുറ്റുഭാഗവും കൊലപാതകങ്ങളുടെ പരമ്പരകൾ അരങ്ങേറുമ്പോൾ ഇപ്പുറത്ത് ദേശീയ പതാക ഉയർത്തേണ്ടി വന്നു നമുക്ക്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് 11 മണിക്കാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭരണം ഏറ്റെടുക്കുന്ന ചടങ്ങ് ആരംഭിക്കുന്നത്. 11 മണിക്ക് ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഹാളിൽ, ഇങ്ങനെ കുംഭാകൃതിയിലുള്ള ഒരു ഹാളാണ് ഡൽഹിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഹാള്. ആ ഹാളിൽ, ആ വലിയ ഡോമിന്റെ തൊട്ട് താഴെ മുഴുവൻ കൊളുത്തിവെച്ച വിളക്കുകൾ, അങ്ങേയറ്റം പ്രകാശപൂരിതമായിരുന്നു ആ ഹാൾ നിറയെ. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ആ ഹാളിൽ നിരന്നിരിക്കുന്നുണ്ട്. ഇന്ത്യൻ ഡൊമീനിയൻ കൊടികൾ, ഇന്ത്യൻ ഡൊമീനിയൻ പതാകകൾ അതിന്റെ ഓരോ മൂലയിലും ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ദേശാഭിമാനം പ്രദ്യോതകമായ ഒരു അന്തരീക്ഷം ആ ഹാളിൽ മുഴുവൻ നിറഞ്ഞു തുടിക്കുന്നുണ്ട്. 11 മണി സമയത്താണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്, വന്ദേമാതരം ചൊല്ലിക്കൊണ്ട്. അതിനുശേഷം ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായി നടന്ന മുഴുവൻ വിമോചന പോരാട്ടങ്ങളിലും രക്തസാക്ഷിയായ മനുഷ്യരെ സ്മരിച്ചുകൊണ്ട് 2 മിനിറ്റ് പ്രതിനിധികൾ മുഴുവൻ മൗനമാചരിച്ചു. തുടർന്ന് 3 പേർ സംസാരിക്കും. ആ 3 പേർ തിരഞ്ഞെടുത്തതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി തിരഞ്ഞെടുത്ത 3 ആളുകളാണ് അന്ന് സംസാരിക്കാൻ നിയുക്തരായത്. അതിലൊരാൾ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായി ആദ്യം സംസാരിച്ചത് ചൗധരി ഖാലിഖുസ്സമാൻ എന്ന ആളാണ്. ആലോചിക്കണം. മുസ്ലിം ജനവിഭാഗം പാകിസ്ഥാൻ വാങ്ങി പുറത്തേക്ക് പോയി. അതിന്റെ കൂടെ മുസ്ലിം ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം പോയി. ബാക്കി ഇന്ത്യയാണ് തങ്ങളുടെ മാതൃരാജ്യം എന്നുറപ്പിച്ച് വിധി നിർണായകമായ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിൽ നിന്ന മനുഷ്യരുടെ പ്രതിനിധിക്കാണ് ആദ്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സന്ദർഭത്തിൽ സംസാരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവസരം കൊടുക്കുന്നത്, ചൗധരി ഖാലിഖുസ്സമാൻ. പിന്നീട് സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫിലോസഫേഴ്സിൽ ഒരാളായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഇന്ത്യയോട് ഇന്ത്യൻ ന്യൂനപക്ഷം പുലർത്തുന്ന കൂറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഖാലിഖുസ്സമാൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. മറ്റു പല കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കൊളോണിയൽ ഭരണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാനെടുത്ത തീരുമാനത്തെ ശ്ലാഘിച്ചുകൊണ്ടാണ് എസ് രാധാകൃഷ്ണൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. മൂന്നാമതായി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും മഹത്തായ പ്രസംഗങ്ങളിലൊന്ന് അന്ന് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഹാളിൽ വെച്ച് ജവഹർലാൽ നെഹ്റു നടത്തിയ ആ പ്രസംഗമാണ്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് വിധിയുമായി നമ്മൾ ഇന്ത്യക്കാർ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ആ കൂടിക്കാഴ്ചയുടെ സമയം സമാഗതമായിരിക്കുന്നു. നാഴികമണി അർദ്ധരാത്രി 12 വട്ടം അടിക്കുമ്പോൾ, ലോകം മുഴുവൻ നിദ്രയിൽ അമർന്നു കിടക്കുമ്പോൾ ഇന്ത്യ അതിന്റെ ജീവിതത്തിലേക്കും സ്വപ്നത്തിലേക്കും ഉണരുകയാണ്. എന്തൊരു വാക്കുകളാണ്, എന്തൊരു വാക്കുകളാണത്!
ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് നെഹ്റുവിന്റെ വാക്ക്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിധിയുമായി ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ ആ സമയം സമാഗതമായിരിക്കുന്നു. നാഴികമണി അർദ്ധരാത്രി 12 തവണ അടിക്കുമ്പോൾ, ലോകം മുഴുവൻ നിദ്രയിൽ അമർന്ന് കിടക്കുമ്പോൾ, ഇന്ത്യ അതിന്റെ ജീവിതത്തിലേക്കും സ്വപ്നത്തിലേക്കും ഉണരുകയാണ്. ആവേശജനകമായ ആ വാക്കുകൾ. അതിനുശേഷം ഇന്ത്യയുടെ പതാക സമർപ്പിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക, ഇന്ത്യൻ ഡൊമിനിയന്റെ ദേശീയ പതാക സമർപ്പിക്കുന്നു. അത് ആർക്കാണ് സമർപ്പിക്കുന്നതെന്ന് അറിയാം, ഊഹിക്കാനാവുമോ? അത് സമർപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്കാണ്. ഇന്ത്യയുടെ ദേശീയ പതാക സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്കാണ്. അതൊരു പ്രതീക മൂല്യമുള്ള സമർപ്പണമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ സാമൂഹിക വിമോചനം എന്നത് ഒരു മരീചിക പോലെ വിദൂരമായി കിടന്നിരുന്ന ഇന്ത്യൻ ജനതയുടെ അർദ്ധഭാഗത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ അനർഘ മുഹൂർത്തത്തിൽ ദേശീയ പതാക സമർപ്പിക്കുകയാണ്. പിറ്റേ ദിവസം ഓഗസ്റ്റ് 15 അസ്തമനത്തിന് തൊട്ട് മുമ്പ് 6 മണിക്കാണ് ഇന്ത്യ ഗേറ്റിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നത്. ആ സമയത്ത് ഇന്ത്യ ഗേറ്റിൽ മാത്രമല്ല, ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ അന്ന് പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് വാരാണസി. ഗംഗാതീരമാണ്. വാരാണസിയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് ഒരു മുസൽമാനായി. ഷില്ലോങ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ തലസ്ഥാനമാണ് ഷില്ലോങ്. ഷില്ലോങ്ങിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ആരാണെന്നറിയാം? 4 പേർ ചേർന്ന്. 2 ഹിന്ദു യുവാക്കളും 2 മുസ്ലിം യുവതികളും ചേർന്ന്. ഒരു ഹിന്ദു യുവാവും ഒരു മുസ്ലിം യുവതിയും ഒരു വശത്തും, ഒരു ഹിന്ദു യുവാവും മറ്റൊരു മുസ്ലിം യുവതിയും വേറൊരു വശത്തു നിന്നുകൊണ്ട് 4 പേർ ചേർന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഷില്ലോങ്ങിൽ ഉയർത്തിയത്. എന്തിനായിരുന്നു ഇത്? ആലോചിച്ചു, ഇതെന്തിനായിരുന്നു? ഇതിനൊരു പ്രതീക മൂല്യം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യ ഗേറ്റിൽ ഉയർത്തുന്ന സമയത്ത്, രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദ തിമർപ്പിൽ ആറാടി നിൽക്കുന്ന സമയത്ത്, അതിർത്തി പ്രദേശത്ത് കലാപങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. തീവെട്ടിക്കൊള്ളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഗീയ കലാപം അതിന്റെ അഗ്നിബാധ പോലെ പടർന്നു പിടിക്കുകയാണ്. ആ സമയത്ത് ഗാന്ധി മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ഗാന്ധി കൊൽക്കത്തയിലെ തെരുവുകളിലൂടെ അലയുകയായിരുന്നു. ശാന്തി മന്ത്രങ്ങൾ ഉരുവിട്ട് ആ നിസ്വനായ ഒരു പ്രവാചകനെ പോലെ ആ മനുഷ്യൻ നടക്കുകയായിരുന്നു. ഗാന്ധി കൊൽക്കത്തയിലെ ബലിയാഘട്ടിലെ ഒരു തുറന്ന വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കൊൽക്കത്തയിൽ നടക്കാനിരിക്കുന്ന ഈ വർഗീയ കലാപത്തെ തന്റെ സാന്നിധ്യം എങ്ങനെയെങ്കിലും തടയുമോ എന്ന് ഏറെ പ്രത്യാശയോടുകൂടി ഉപവാസം അനുഷ്ഠിച്ച് കാത്തിരിക്കുകയാണ് ഇന്ത്യ കണ്ട മഹാവൃദ്ധൻ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഗാന്ധിയുടെ ഉപവാസം കൊണ്ടാണോ, അതോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ സ്വാതന്ത്ര്യോപലബ്ധിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ നടന്ന ഹിന്ദു മുസ്ലിം സംയോജനം കൊണ്ടാണോ അറിയില്ല. കേവലം 3 ദിവസങ്ങൾ കൊണ്ട് കൊൽക്കത്തയിലെ വർഗീയ കലാപത്തിന് അവധി വരുന്നു. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെ പങ്കെടുക്കുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ കലാപങ്ങൾ അവിടെ തന്നെ അതിരിട്ട് നിന്നു. അത് നഗരത്തിലേക്ക് വന്നില്ല. നഗരത്തിലേക്ക് വരുമോ എന്ന് ഭയന്ന, ഇന്ത്യ മുഴുവൻ വർഗീയ കലാപത്തിന്റെ ഒരു അഗ്നിമുഖമാകുമോ എന്ന് ഭയന്ന ആ സന്ദർഭം അതിൽ നിന്ന് മാറി അതൊരു ശമനൌഷധം പോലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയുടെ ആഘോഷങ്ങൾ ഉയർന്നു വന്നു. അതിൽ ഗാന്ധിയുടെ ഈ ശാന്തി മന്ത്രങ്ങളും ഉപവാസങ്ങളോടും ഒപ്പം തന്നെ ഒരു പങ്ക് നെഹ്റു ഈ സ്വാതന്ത്ര്യലബ്ധിയുടെ ചടങ്ങുകൾ ഡിസൈൻ ചെയ്തതിനകത്തും അതിനൊരു പങ്കുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് നിരവധി ശകലങ്ങൾ കൂടിച്ചേർന്നാണ് അതിന്റെ അന്ത്യമായ വിധിയിലേക്ക് എത്തുന്നത്. ചരിത്രം ഏതെങ്കിലും ഒരു പ്രവൃത്തിയുടെ അനന്തരഫലമല്ല.
മറിച്ച് പല പ്രവൃത്തികളും പല ദിക്കുകളിൽ നിന്ന് പല ദിശകളിലൂടെ സഞ്ചരിച്ചാണ് അതിന്റെ ടാർഗറ്റ് പോയിന്റിലേക്ക് എത്തുന്നത്. ഇന്ത്യ അതിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യ ഒരു സെക്യുലർ റിപ്പബ്ലിക്കാണ്, ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ് എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൂടെ ജവഹർലാൽ നെഹ്റു ചെയ്തത് എന്നർത്ഥം. യഥാർത്ഥത്തിൽ നെഹ്റുവിനോട് അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രഞ്ച് എഴുത്തുകാരനായ ആൻഡ്രേ മൽറോ നെഹ്റുവുമായി നടത്തുന്ന ഇന്റർവ്യൂവിൽ നെഹ്റുവിനോട് ചോദിക്കുന്നു, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ചോദിക്കുന്നത്. നെഹ്റു നൽകുന്ന മറുപടി ശ്രദ്ധിക്കേണ്ടതാണ്. പൂർണ്ണമായും മതാത്മകമായ ഒരു രാജ്യത്ത് ഒരു മതേതരമായ ഭരണകൂടം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കിയത് നമുക്കെന്ന് മനസ്സിലാവുക പ്രസ്താവനയുടെ പൊരുൾ എന്താണെന്നുള്ളത്, ആ പ്രസ്താവനയുടെ ആഴം എന്താണെന്നുള്ളത്. അത്ര മതാത്മകതയുടെ എന്താ പറയാ, മനുഷ്യരെ വിഭജിക്കാൻ പോരുന്ന വിഷവിത്തുകൾ നമ്മുടെ ഉള്ളറയിൽ ഈ കുഴിബോംബുകൾ പോലെ മൈനുകൾ പോലെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഏത് നിമിഷവും ഉണർത്തിവിടാം. മതേതരത്വത്തിന്റെ, മനുഷ്യ സ്നേഹത്തിന്റെ, മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തിന്റെ അതിന്റെ പുതിയ പുഷ്പങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, ഒരു മതേതരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥ രൂപീകരിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്, ഒരുപക്ഷെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത വെല്ലുവിളികളിലൊന്ന് അത് തന്നെയായിരുന്നിരിക്കണം. 1951 ഇന്ത്യ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നു. അന്ന് അതിർത്തി പട്ടണമായ ലുധിയാനയിൽ നെഹ്റു നടത്തുന്ന ഒരു പ്രസംഗം, ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം. ആ പ്രസംഗം കേട്ടു നിന്നത് 5 ലക്ഷം ആളുകളാണ്. 5 ലക്ഷം ആളുകൾ ലുധിയാനയിൽ. ആ പ്രസംഗം അദ്ദേഹം സമാപിപ്പിക്കുന്നത്, ഉപസംഹരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിങ്ങൾ മനസ്സിന്റെ ജാലകങ്ങൾ തുറന്നു വെക്കണം. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള കുളിർക്കാറ്റുകൾ നമ്മുടെ അകത്തു കയറട്ടെ എന്നാണ്. ലോകത്തിലേക്ക് മുഴുവനായി തുറന്നു വെക്കാൻ ആവശ്യപ്പെടുന്ന വാതിലുകളുണ്ടല്ലോ മനസ്സിന്റെ. നമ്മുടെ മനസ്സിന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും സങ്കുചിതമായ വികാരങ്ങളിലേക്ക്, നമ്മുടെ ഏറ്റവും ചുരുങ്ങിയ ചില വൈകാരികതകൾക്കകത്തേക്കാണ്. അങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നിടത്തോളം നമുക്ക് മനുഷ്യനാവാനാവില്ല. തന്നെ കേട്ടിരിക്കുന്ന 5 ലക്ഷം മനുഷ്യരോട് നെഹ്റുവിന്റെ വാക്കുകളാണ്: നിങ്ങളുടെ മനസ്സിന്റെ ജാലകങ്ങൾ തുറന്നു വെക്കണം. ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നുമുള്ള കുളിർക്കാറ്റ് അതിനകത്തേക്ക് കടക്കട്ടെ. ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുകയായിരുന്നു നെഹ്റുജി. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിമിതി മതാത്മകത മാത്രമല്ല, അതോടൊപ്പം ഇന്ത്യ അങ്ങേയറ്റം വൈവിധ്യങ്ങളുള്ള ഒരു ജനത കൂടി ഉൾച്ചേർന്ന രാജ്യമാണ്. ഏഴ് ഭാഷാവിൽ ഇന്ത്യ ചരിത്ര കൃതിയുണ്ട്. അതിന്റെ പേര് ഇന്ത്യ ദാറ്റ് വാസ് എ വണ്ടർ, ഇന്ത്യ ഒരു അത്ഭുതം. എങ്ങനെയാണ് ഈ 70 വർഷങ്ങൾക്ക് ശേഷവും ഇത്രമേൽ വൈവിധ്യങ്ങൾ അടങ്ങിയ ഒരു രാജ്യം നിലനിൽക്കുന്നത്, ചരിത്രത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് ലോകത്തിലെ വലിയ അത്ഭുതങ്ങളിലുണ്ട്. വലിയ അത്ഭുതങ്ങൾ. ഈ വൈവിധ്യങ്ങളെ എങ്ങനെ ഒരുമിപ്പിക്കാനാവും എന്നുള്ളതായിരുന്നു നെഹ്റു നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എങ്ങനെ രൂപീകരിക്കണം എന്നതിനെ സംബന്ധിച്ച്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കണം എന്നുള്ള ഒരു വാദം 1917 മുതൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ PCC കൾ, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്നത് ഭാഷാടിസ്ഥാനത്തിലാണ്. അന്ന് മലബാർ മദിരാശി സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. പക്ഷേ മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ചേരുന്ന ഒരു കേരളത്തെ വളരെ മുമ്പേ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് KPCC രൂപീകരിക്കുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. തമിഴ്നാട് PCC ഉണ്ടാവുന്നു, മഹാരാഷ്ട്ര PCC ഉണ്ടാവുന്നു. ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ PCC കൾ ഉണ്ടായിട്ടുണ്ട്. 1917 മുതൽ തന്നെ PCC കൾ, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സന്ദർഭമാകുമ്പോഴേക്ക് ഇന്ത്യക്ക് ഒട്ടും
അഫോർഡബിൾ അല്ലായിരുന്നു ഈ ഭാഷാ പ്രവിശ്യകളിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു വലിയ വിഭജനത്തെ നേരിട്ട് നിൽക്കുകയാണ്. നിരന്തരം പുതിയ പുതിയ വിഘടനവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാജാക്കന്മാർ സ്വതന്ത്ര രാജ്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. നെഹ്റു അത് വേണ്ട എന്നാണ് പറഞ്ഞത്. 1947-1950 റിപ്പബ്ലിക് ആവുന്നത് മുതൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു സമവായത്തിലെത്തിക്കാൻ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ആർക്കും സാധിച്ചില്ല. വലിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന്. പൊറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഒരാൾ ആന്ധ്രയിൽ തെലുങ്ക് ഭാഷയ്ക്ക് വേണ്ടി ആ നിരാഹാര സമരം ആരംഭിച്ചു. പൊറ്റി ശ്രീരാമുലുവിന്റെ നിരാഹാര സമരം ഒടുവിൽ അവസാനിച്ചത് ശ്രീരാമുലുവിന്റെ അന്ത്യത്തിലാണ്. അതോടുകൂടി ആന്ധ്രാപ്രദേശ് ആകെ ഇളകി മറിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഏറ്റവും കുറച്ച് സീറ്റുകൾ കിട്ടിയത്, നിയമസഭാ സീറ്റുകൾ കിട്ടിയത് ആന്ധ്രാപ്രദേശത്ത് നിന്നാണ്. അത്ര എതിർപ്പുണ്ടായിരുന്നു നെഹ്റുവിനോട്. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഭാഷാടിസ്ഥാനത്തിൽ ആദ്യത്തെ സംസ്ഥാനം രൂപീകരിക്കാൻ നെഹ്റു അനുമതി കൊടുത്തു. അങ്ങനെയാണ് ആദ്യത്തെ ഭാഷാ സംസ്ഥാനമായിട്ട് ആന്ധ്രാപ്രദേശ് രൂപം കൊള്ളുന്നത്. ആന്ധ്രാപ്രദേശിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നത് ഇതേ നെഹ്റു ആയിരുന്നു. കടന്നൽക്കൂട്ടിലേക്കാണ് കല്ലെറിഞ്ഞത് എന്നാണ് നെഹ്റു അതിനെ കുറിച്ച് അത് പറഞ്ഞത്. പിന്നീട് ആ വാക്കുകളെ അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് പ്രഖ്യാപിക്കപ്പെടണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഷാ സംസ്ഥാനങ്ങൾക്കായുള്ള ആവശ്യങ്ങൾ ഉയർന്നു. ഒടുവിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിച്ചു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമജ്ഞരൊരാളായിരുന്ന ജസ്റ്റിസ് ഫസൽ അലി ചെയർമാനായ ഒരു കമ്മീഷൻ. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളമൊക്കെ ഉണ്ടാവുന്നത്. ഇതിനെ ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ നെഹ്റു മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട നിലപാട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നിലപാടാണ്. ആ നിലപാട് ഇത്തരത്തിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുക എന്ന ഇരുതല മൂർച്ചയുള്ള ഒരു വാളായിരുന്നു ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന് പിന്നിൽ നെഹ്റു പ്രഖ്യാപിച്ചൊരു നിലപാടുണ്ട് എന്നർത്ഥം. ഇന്ത്യയെ പുരോഗതിയുടെ, ശാസ്ത്ര പുരോഗതിയുടെ, സാങ്കേതിക പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ച കഥകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഇതിനു മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് നെഹ്റു മുന്നോട്ട് കൊണ്ടുപോയത് ഇന്ത്യയെ എന്നുള്ളത്. അതൊരു അങ്ങേയറ്റത്തെ ഭാവനാപൂർണമായ നേതൃത്വമുള്ള ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ജീവിതാവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിശ്ചലാവസ്ഥയാണ്. അതൊരു എന്താ പറയാ, ഇന്ത്യയിലെ ജനത എന്ന് പറയുന്നത് പൂർണ്ണമായും നിശ്ചലമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഇന്ത്യക്കകത്തുണ്ടായിരുന്നത്. ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ അതേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അവരുടെ വിനോദങ്ങളൊന്ന്, അവരുടെ കലകളൊന്ന്, അവരുടെ പാട്ടുകളൊന്ന്, അവരുടെ ജീവിതമൊന്ന്, അവരുടെ തൊഴിലൊന്ന്, അവരുടെ ആചാരങ്ങളൊന്ന്, ഇതിൽ നിന്ന് വ്യത്യസ്തമായ വൈവിധ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കെൽപ്പില്ലാത്തൊരു ജനതയായിരുന്നു ഇന്ത്യ. കൃഷി ചെയ്യുന്നവർ ആണ്ടിൽ 360 ദിവസവും കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനൊത്ത ഒരു ഈൽഡൊക്കെ ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു നിശ്ചലാവസ്ഥ ഇന്ത്യൻ ഗ്രാമവ്യവസ്ഥയ്ക്കകത്തുണ്ടായിരുന്നു. ഇതിനെയാണ് നെഹ്റു പഞ്ചവത്സര പദ്ധതികളിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ കാർഷിക പുരോഗതിക്ക് എന്ത് വേണം, ഇന്ത്യയുടെ വ്യാവസായിക പുരോഗതിക്ക് എന്ത് വേണം എന്ന് ചിന്തിക്കുന്നു. വൻകിട ജലസേചന പദ്ധതികൾ ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാണ് ജലസേചന അണക്കെട്ടുകൾ എന്തിനാണ് ഇന്ത്യയിൽ എന്ന് ചോദിക്കുമ്പോൾ 3 ലക്ഷ്യങ്ങൾ നെഹ്റു എണ്ണി പറയുന്നുണ്ട്. ഒന്ന് ഇന്ത്യയുടെ 3/4 ജനതയും ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം എത്തിക്കാൻ ഇന്ത്യയിൽ അണക്കെട്ടുകൾ ഉണ്ടായിരിക്കണം. 2 ഇന്ത്യക്ക് ആവശ്യമുള്ള ഇന്ത്യയുടെ വ്യാവസായിക പുരോഗതിക്ക് ആവശ്യമായ വൈദ്യുതി നിർമ്മിക്കാൻ ഇന്ത്യക്ക് അണക്കെട്ടുകൾ ഉണ്ടായിരിക്കണം. 3 ഇന്ത്യൻ നദികളിൽ എല്ലാ വർഷവും സ്വാഭാവികമായെന്ന വണ്ണം പ്രളയ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നത് ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യക്ക് അണക്കെട്ടുകൾ ഉണ്ടായിരിക്കണം. 3 കാര്യങ്ങൾ. ഇന്ത്യയിൽ ഉരുക്കുശാലകൾ ഉണ്ടായിരിക്കണം. നെഹ്റു പറയുന്നു എന്തിന്? ഇന്ത്യയിൽ വ്യവസായങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വികസിച്ചേ പറ്റൂ. ഇന്ത്യക്ക് വിമാനം നിർമ്മിക്കണം, ഇന്ത്യക്ക് കപ്പൽ നിർമ്മിക്കണം, ഇന്ത്യ യന്ത്രങ്ങളിലേക്ക് വികസിക്കണം, ഇന്ത്യക്ക് കാർഷിക വ്യവസ്ഥിതി യന്ത്രവൽകൃതമാകണം എങ്കിൽ ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് ഉണ്ടായേ പറ്റൂ. ബ്രിട്ടീഷ് കാലത്ത് ആകെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കേവലം 10 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കാനുള്ള
വ്യവസായമാണ് ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതോട് കൂടിയിട്ട് നെഹ്റു പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി സ്ഥാപിക്കുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലകളിലൂടെ 60 ലക്ഷം ടണ്ണാക്കി അതിനെ കേവലം 10 കൊല്ലം കൊണ്ട് മാറ്റിയെടുക്കുന്നുണ്ട് ഈ മനുഷ്യൻ. 10 ലക്ഷത്തിൽ നിന്ന് 60 ലക്ഷത്തിലേക്ക് 6 ഇരട്ടിയിലേക്ക് വർധനം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയെ വളരെ കൃത്യമായി ആസൂത്രണത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രശാന്ത ചന്ദ്ര മഹാലനോബിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആസൂത്രണ വിദഗ്ധനെ ഇന്ത്യയുടെ ആസൂത്രണത്തിന്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. ഹോമി ഭാഭ എന്ന് പറയുന്ന ലോകത്തിന് ഇന്ത്യ സംഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ ഒരാളെ ഇന്ത്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ പുരോഗതി ഏൽപ്പിക്കുന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാകുന്നത് ഹോമി ഭാഭയ്ക്ക് നെഹ്റു നൽകിയ മാൻഡേറ്റിലൂടെയാണ്. ഇന്ത്യയിൽ ആണവോർജ കമ്മീഷൻ ആദ്യമായി സ്ഥാപിക്കപ്പെടുന്നത് നെഹ്റു നൽകിയ മാൻഡേറ്റിലൂടെ ഹോമി ഭാഭയിലൂടെയാണ്. 5 IIT-കളാണ് 10 വർഷം കൊണ്ട് നെഹ്റു സ്ഥാപിക്കുന്നത് ഇന്ത്യയിൽ. 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിരവധി എഞ്ചിനീയറിംഗ് കോളേജ് ശാസ്ത്ര സാങ്കേതിക പഠനത്തിന്. ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്തെ വികാസത്തെ വളരെ കൃത്യമായി മുന്നിൽ കണ്ട് ഇന്ത്യ സഞ്ചരിക്കേണ്ട വഴികളെ നമ്മൾ തിട്ടപ്പെടുത്തി അങ്ങനെ സഞ്ചാരപഥങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നടത്തിയ ഒരു ആസൂത്രിത യാത്രയുടെ പേരായിരുന്നു നെഹ്റുവിയൻ ഇന്ത്യൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. രാഷ്ട്രശില്പിയോട് ഒരു ജനത എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത്? ചരിത്രത്തിന്റെ ആ നാൾവഴികളെ ഇന്ന് 70 വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് നമ്മൾ ഓർക്കുകയാണ്. ഈ ഓർക്കുന്നതിന് ഒരു രാഷ്ട്രീയ മൂല്യമുണ്ട്. നെഹ്റുവിന്റെ സംഭാവനകളെ ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് ഒഴിച്ചു കളയാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നെഹ്റുവിനെ നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത്. നെഹ്റുവിന്റെ ഓർമ്മകളിൽ നിന്നും രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു രാഷ്ട്ര നേതാവിന്റെ, ഒരു സ്റ്റേറ്റ്സ്മാന്റെ ഓർമ്മകളിൽ നിന്ന് ഭാവി ഇന്ത്യയുടെ കാൽപ്പാടുകളെ ക്രമീകരിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മേപ്പയൂർ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, ഇവിടെ എത്തുന്ന അതിഥികൾ എല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കൂട്ടായ്മ യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പിയെ വീണ്ടെടുക്കുന്ന പ്രവർത്തനമാണ്. ഇന്ത്യയുടെ ഭാവി ഭാഗധേയത്തിന്റെ ചുവടുകളെ ക്രമപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും സർവാത്മന അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.